നമസ്കാരം. ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യ, ഫേഷ്യൽ എസ്തെറ്റിക് സർജൻ. വെളുക്കുക അല്ലെങ്കിൽ നല്ല സുന്ദരന്മാരും സുന്ദരികളാവുക എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആഗ്രഹമാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ഭംഗിയുള്ള ഒരു സ്കിന്നിന് ഉടമയാവുക അല്ലെങ്കിൽ നല്ലോണം വെളുക്കുക എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ബേസിക്കലി നമ്മൾ നല്ലൊരു കളർ ആഗ്രഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന, ഞാൻ പറഞ്ഞ ഒരു മിനിമം ആഗ്രഹമായിരിക്കണം. ഒരു കാരണവശാലും നോർമലി നമ്മൾ പിറന്ന കളറിൽ നിന്ന് നമ്മളൊരു വെളുത്ത ഒരു ഇംഗ്ലീഷുകാരനാവണം എന്നൊന്നും ഒരു കാരണവശാലും ആഗ്രഹിക്കരുത്. നമ്മൾ ഒരു മിനിമൽ നമ്മളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. സോ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് എന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി സ്കിന്നിന് ഉടമയാവുക എന്നുള്ളതാണ്. നിറം അതിൻ്റെ കൂടെ മെല്ലെ ഗ്രാജുവലി വരുന്നത് കാര്യമാണ്. സോ നല്ലൊരു ക്വാളിറ്റി സ്കിന്നിന് ഉടമയാവുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കോംപ്ലക്ഷനിൽ 1 ഷെയ്ഡ് 2 ഷെയ്ഡ് 3 ഷെയ്ഡ്സ് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻസ് വളരെ ഭംഗിയാക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി സ്കിൻ കെയർ റൂട്ടീൻ ഭംഗിയാക്കുക എന്നുള്ളതിൽ ആദ്യം വരുന്ന ഘടകം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ബോഡി പാർട്സ്, നിങ്ങളുടെ മുഖത്തിനെ നല്ല ഭംഗിയായിട്ട് രാവിലെയും രാത്രിയും, നിർബന്ധമായിട്ടും രാവിലെയും രാത്രിയും നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് അനുയോജ്യമായ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് സൺ പ്രൊട്ടക്ഷൻ. ഈ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വെയിലുള്ളപ്പോൾ ഞാൻ വെയിലത്ത് പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല, പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അതൊരു വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങൾ വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, വെളിച്ചത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ അൾട്രാ വയലറ്റ് രശ്മികളുടെ എ ലൈറ്റും ബി ലൈറ്റും, UVA UVB, ഈ രശ്മികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണോ, അല്ലെങ്കിൽ നിങ്ങൾ AC കാറിലാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങൾ എന്നും AC-യിലെ ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ വെയിലൊന്നും കൊള്ളുന്നില്ല എന്നുള്ളതാണെങ്കിൽ തന്നെയും നിങ്ങൾ 360 കമ്പ്യൂട്ടർ ലൈറ്റ്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ലൈറ്റ്സ് കൊണ്ടും നമ്മളുടെ മുഖത്ത് ഫോട്ടോ ഏജിങ്, അതായത് മുഖത്ത് പ്രായം സംഭവിക്കുന്നു, പിഗ്മെൻറ്റേഷൻ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ എന്തുകൊണ്ടും നിർബന്ധമായിട്ടും മഴയായാലും വെയിലായാലും തണുപ്പായാലും AC ആയാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ എന്നും രാവിലെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സോ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ മുഖത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് കുറയുന്നു, ഏജിങ്ങിനെ വളരെയധികം അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മളുടെ മുഖത്ത് നമ്മൾ വൈറ്റനിങ്, അതായത് സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ മുഖം വെളുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളുടെയും റിസൾട്ട് ഡബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്കിൻ വൈറ്റനിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ക്രീംസ് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോജിക് ക്രീംസ്, അതേപോലെ ഗ്ലൂട്ടാതയോൺ ക്രീംസ് ഉണ്ട്, അതുപോലെ ഗ്ലൈക്കോളിക് 12% 6% എന്നുള്ള തരത്തിലുള്ള ക്രീംസുകൾ അവൈലബിൾ ആണ്. അതുപോലെ റെറ്റിനോൾ ബേസ്ഡ് സിറംസ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ വൈറ്റമിൻ C സിറംസ് അവൈലബിൾ ആണ്. സോ ഇങ്ങനത്തെ പല സിറംസും അതേപോലെ ക്രീംസും ഉപയോഗിക്കുകയാണെങ്കിൽ, നൈറ്റ് യൂസേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ കോംപ്ലക്ഷൻ മാറുന്നതായിരിക്കും. പക്ഷേ ഈ ക്രീമുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ്, ഇതൊക്കെ ഒട്ടുമിക്ക ക്രീമുകളും രാത്രി കാലങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്. ഈ ക്രീമുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത പക്ഷം ഈ ക്രീമിൻ്റെ റിസൾട്ടുകൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക. സോ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാം. രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ക്രീമുകളുടെ സഹായത്തോടെ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കളറിൻ്റെ ഷെയ്ഡ് മാറ്റാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കെമിക്കൽ പീലിംഗ്, അതായത് പലതരത്തിലുള്ള പീലുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു അൺഈവൻ സ്കിൻ ടോൺ, നെറ്റി ഒരു കളറ്, കവിളിനൊരു കളറാണ്, ബാക്കിയുള്ളിടത്ത് നല്ല കളറാണ് എന്നുള്ളതാണെങ്കിൽ ഈവൺ ഔട്ട് ചെയ്യാൻ, നിങ്ങളുടെ സ്കിന്നിൻ്റെ
കളറിനെ ഈവൺ ഔട്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കെമിക്കൽ പീലിംഗ്. സോ കെമിക്കൽ പീലിംഗ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസ്, ഒരു പീലിംഗ് ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ പീലിംഗ്, അല്ലെങ്കിൽ ചില പീലുകൾ 15 ദിവസത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ 21 ഡേയ്സിന്റെ ഇടയിൽ, അങ്ങനെ മൾട്ടിപ്പിൾ പീൽസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്തുള്ള കളർ അല്ലെങ്കിൽ ഈവൺ ഔട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒന്ന്. രണ്ടാമതൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഫേഷ്യൽ, അതായത് IPL ലേസേഴ്സിന്റെ ഹെൽപ്പ് മുഖാന്തരം നമ്മളുടെ മുഖത്ത് ഫോട്ടോ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ പിഗ്മെന്റേഷൻസിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു കളർ വരാൻ സാധിക്കുന്നതാണ്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRP ഇഞ്ചെക്ഷൻസ്, നമ്മളുടെ മുഖത്ത് PRP ഇഞ്ചെക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന്റെ ക്വാളിറ്റി അതുപോലെ അൺവാണ്ടഡ് പിഗ്മെന്റേഷൻസിനൊക്കെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു PRP ഇഞ്ചെക്ഷൻസ്. പ്ലസ് നമ്മൾക്ക് ഏജിങ്ങിനെ വളരെയധികം പ്രിവെന്റ് ചെയ്യാവുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് PRP. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്, ഈ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത്. സോ വാട്ട് ഈസ് ബേസിക്കലി ഗ്ലൂട്ടാത്തയോൺ? ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ 2 രീതിയിലാണ് നമ്മൾക്ക് ശരീരത്തിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഓറലി, നമുക്ക് വായിലൂടെ ഗ്ലൂട്ടാത്തയോൺ കഴിക്കാം ടാബ്ലറ്റ് രൂപത്തിൽ. രണ്ടാമത് IV ഇഞ്ചെക്ഷൻ, ഡയറക്ട്ലി നമ്മളുടെ ഇൻട്രാവീനസ്, നമ്മളുടെ വെയിൻസിലോട്ട് നമുക്ക് ഡയറക്ട്ലി നമ്മൾക്ക് എന്താ പറയുക ഈ ഗ്ലൂട്ടാത്തയോണിന്റെ ഇൻഫ്യൂഷൻ ലിക്വിഡായിട്ട് നമുക്ക് ഇൻഫ്യൂഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കഴിക്കുന്നത് എന്നുള്ളതാണ്. നോർമലി ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ്. അപ്പോൾ വെറും വയറ്റിൽ രാവിലെ നിങ്ങൾ വേറെ എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഒരു വൈറ്റമിൻ C ടാബ്ലറ്റും, അത് വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കുന്ന ടാബ്ലറ്റുകളുണ്ട്. അപ്പം എഫർവസൻ ലിക്വിഡാണ് ബേസിക്കലി വൈറ്റമിൻ C വരുന്നത്. ഒരു വൈറ്റമിൻ C വെള്ളവും അതിൻ്റെ കൂടെ ഒരു ടാബ്ലറ്റ് ഓഫ് ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റ്സ് പല മില്ലിഗ്രാംസിൽ അവൈലബിൾ ആണ്. 500 മില്ലിഗ്രാം, 600 മില്ലിഗ്രാം, 1000 മില്ലിഗ്രാം, 1200 മില്ലിഗ്രാംസ്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ആ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും. സോ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ സ്കിൻ ഷെയ്ഡുകൾ മാറുന്നു. സോ ബേസിക്കലി 2 ഷെയ്ഡ് 3 ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടില്ല. സോ ചിലവർ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ 3 മാസമായി കഴിക്കുന്നു, എനിക്ക് റിസൾട്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ 1 മാസം കഴിച്ചു, എനിക്ക് റിസൾട്ട് ഇല്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗ്ലൂട്ടാത്തയോൺ എന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ടാബ്ലറ്റ്സിൻ്റെ കാര്യം പറയാം. ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ മിനിമം 3 മാസം മുതൽ 6 മാസമെങ്കിലും സ്ഥിരമായിട്ട് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോണിന്റെ റിസൾട്ട് കാണാൻ തന്നെ തുടങ്ങുകയുള്ളൂ. സോ ബേസിക്കലി ഗ്ലൂട്ടാത്തയോൺ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെളുക്കണമെന്നില്ല. നമ്മളുടെ മുഖത്ത് സംഭവിച്ച പല തരത്തിലുള്ള പിഗ്മെന്റേഷൻസ് കുറയുന്നു. നമ്മുടെ മുഖത്ത് വന്ന പല തരത്തിലുള്ള സ്കിൻ ഡാമേജസ്, സൺ ഡാമേജസ്, ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അൺവാണ്ടഡ് ബ്ലാക്ക് മോൾസ്, ബ്ലാക്ക് ഡോട്ട്സ്, അതായത് വരുന്ന ചെറിയ ചെറിയ സ്പോട്സുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിഗ്മെന്റേഷൻ ഈ ഗ്ലൂട്ടാത്തയോൺ മുഖാന്തരം. മൂന്നാമത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, ഏജിങ്ങിനെ അത് വളരെയധികം പ്രിവെൻറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. സോ സ്കിന്നിൻ്റെ ടോൺ, എലാസ്റ്റിസിറ്റി, ക്വാളിറ്റി ഓഫ് സ്കിൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വൈറ്റനിങ് ഫാക്ടറിനെയും കാട്ടിയും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് ഗ്ലൂട്ടാത്തയോൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കുന്ന ക്വാളിറ്റി ഓഫ് സ്കിന്നിൻ്റെ എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, അതാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം. സോ ബേസിക്കലി ചിലവർക്ക് ഗ്ലൂട്ടാത്തയോൺ കഴിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട് വൈറ്റനിങ് സംഭവിക്കാറുണ്ട്. ചിലവർക്ക് എന്താ വെച്ചാൽ ഒരു ആവറേജ് റിസൾട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. സോ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം 3 മാസം, 6 മാസം, 12 മാസം വരെയൊക്കെ കഴിക്കണം. പക്ഷേ ഈ സ്ഥിരമായിട്ട് ഗ്ലൂട്ടാത്തയോൺ കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ വാല്യൂസ് ഒക്കെ വളരെ നോർമൽ ആണോ എന്ന് ശ്രദ്ധിക്കണം. നോർമൽ അല്ല, ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ തോതിലുള്ള സൈഡ് എഫക്ട്സോ ഡ്രോബാക്സോ ഇതുകൊണ്ട് വരുന്നതല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഓറലി, അതായത് ടാബ്ലറ്റ് മുഖാന്തരത്തിലും നമ്മൾക്ക് കഴിക്കാം. രണ്ടാമത്
റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻട്രാവീനസ് ആണ്. അതായത് നമ്മളുടെ ഞരവുകൾ, നമ്മളുടെ വെയിൻസിലോട്ട് ഡയറക്റ്റ്ലി നമ്മൾക്ക് ഗ്ലൂട്ടാത്തയോൺ IV ഇൻഫ്യൂഷൻ ചെയ്യാവുന്നതാണ്. സോ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ സൈക്കിൾ. അതായത് ഒരു മിനിമം 10 സൈക്കിൾ ഒരു സെഷനിൽ 10 സൈക്കിൾ ചെയ്യണം. അതായത് ആഴ്ചയിൽ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഒരു സൈക്കിൾ ഓഫ് ഗ്ലൂട്ടാത്തയോൺ കയറ്റുക, അല്ല ഒരു ഗ്ലൂട്ടാത്തയോൺ ഇൻഫ്യൂഷൻ. അത് 1200 mg അത് കയറ്റാം, അല്ലെങ്കിൽ 600 mg കയറ്റാം. സോ IV മുഖാന്തരം നിങ്ങൾ 10 സെഷൻ ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഗ്ലൂട്ടാ ബ്രേക്ക് എടുക്കണം. അതായത് ഒരു കുറച്ച് ദിവസം ചെയ്യാതിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അടുത്ത സൈക്കിൾ അതായത് 10 സെഷൻസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വൈറ്റനിങ് ചിലവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടണം എന്നില്ല. പക്ഷെ ചിലവർക്ക് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ കൊണ്ട് സ്കിൻ വൈറ്റനിങ് നേടുന്നതാണ്. സോ ഇപ്പോൾ മാർക്കറ്റിൽ പല ബ്രാൻഡ്സും അവൈലബിൾ ആണ് ഗ്ലൂട്ടാത്തയോൺ. സോ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അതായത് ഓൺലൈനിൽ കാണുന്ന എല്ലാ ടാബ്ലറ്റ്സും വാങ്ങി കഴിക്കരുത്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഡോക്ടർ തരുന്ന ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം അത് കുറച്ചും കൂടി കൂടുതൽ സേഫ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് എന്നും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പോപ്പുലറൈസ്ഡ് ആണ്. മുമ്പ് കാലങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ ഈ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലാണ് ഈ കൂടുതലായിട്ടും ഈ വൈറ്റനിങ് ഈ IV ഇഞ്ചെക്ഷൻസ് ഒക്കെ വളരെ കൂടുതൽ. ഇപ്പോൾ നമ്മൾ കേരളത്തിലായാലും പല ബ്രാൻഡ്സും IV ഇഞ്ചെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരേപോലെ റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും ചിലവർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് വൈറ്റനിങ് സംഭവിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് വൈറ്റനിങ് ചാത്തൻ ക്രീമുകൾ അവൈലബിൾ ആണ്, പല പേരുകളിലും പല ബ്രാൻഡുകളിലും. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ സെയിൽസ് നടക്കുന്നത് എന്ന് പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റ്സിലുമാണ്, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും. സോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന വൈറ്റനിങ് ക്രീമിന് അടിമപ്പെടരുത്. കാരണം അത് ഒരു സ്റ്റിറോയിഡ് ക്രീമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളൊരു സ്റ്റിറോയിഡ് ഡിപ്പെൻഡൻസിയിലോട്ട് നിങ്ങൾ പോവും. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, ഒരു കാരണവശാലും നിങ്ങൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടൻസും എഴുതാത്ത ഈ പറയുന്ന വൈറ്റനിങ് ക്രീമുകൾ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വെളുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് സർജനെ അല്ലെങ്കിൽ എസ്തെറ്റിക് ഫിസീഷ്യനെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സോ ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.